നമുക്കിനി വിഷ്ണു സുരേഷിലേക്ക് പോകണം. മൂത്തേടത്താണ് വിഷ്ണു സുരേഷ് ഉള്ളത്. വിഷ്ണു, വിവരങ്ങൾ. രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗ് കനത്ത രീതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ തിരക്ക് പോളിംഗ് സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരിടയ്ക്ക് മഴ ഒരല്പം ശക്തമായ ഘട്ടത്തിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ആളുകൾ ക്യൂവിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ദൃശ്യങ്ങളിൽ വലിയ ക്യൂ കാണാൻ പറ്റുന്നുണ്ട്. അതായത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ആളുകളൊക്കെ ഉള്ളത്. ഈ പോളിംഗ് ഏത് തരത്തിലായിരിക്കും? നേരത്തെ ചില ആശങ്കകളൊക്കെ ചില വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതായത് അടിക്കടി തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതിന് ഞങ്ങൾക്ക് ചില വിയോജിപ്പുകൾ ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് പോളിംഗിനെ ബാധിക്കുക എന്നിനി ഫൈനൽ പോളിംഗ് ശതമാനം വരുമ്പോഴായിരിക്കും അറിയാം. പക്ഷേ ഇപ്പോൾ രാവിലെ മുതൽ കനത്ത പോളിംഗ് എല്ലാ ഇടങ്ങളിലും. ഇപ്പോൾ ഞാനുള്ളത് ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭാഗത്താണ്. അവിടെ രാവിലെ മുതൽ തന്നെ ഈ കാണുന്ന സ്കൂളിലെ ഈ നിര രാവിലെ മുതൽ തന്നെ ഉണ്ട്. മൂത്തേടത്ത് അല്പസമയം മുമ്പ് പോയിരുന്നു. അവിടെ 6 ബൂത്തുകളുള്ള ഒരു പോളിംഗ് സ്റ്റേഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകളാണ് രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഒരു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. 8 മാസം മാത്രമാണ് ഈ കാലാവധിയെങ്കിൽ പോലും അതിനെല്ലാം അപ്പുറത്ത് വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ജനങ്ങളുടെ നിലപാട് എന്നുള്ള അറിയാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. അവർ പൂർണ്ണമായും തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് പല വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സമ്മതിദാനം രേഖപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന കാഴ്ചയാണ്. മഴയെ പോലും അവഗണിച്ചുകൊണ്ട് അവർ എത്തുന്ന കാഴ്ചയാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും കാണാനാകുന്നത്. വരും മണിക്കൂറിലും സമാനമായ രീതിയിൽ പോളിംഗ് തുടരും. ഒരുപക്ഷെ ഒരു 1 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലായിരിക്കും പോളിംഗ് കുറയാനുള്ള ഒരു സാധ്യത. അത് നിലമ്പൂരിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത്തരത്തിൽ ആ സമയമാകുമ്പോൾ പോളിംഗ് കുറയും. പിന്നീട് വൈകിട്ട് 4 മുതൽ ബാക്കിയുള്ള സമയങ്ങളിലേക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 76% പോളിംഗ് എത്താനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ പോളിംഗ് ഏജന്റുമാരൊക്കെ പറയുന്നത്. എല്ലാ മുന്നണികളും എല്ലാവരെയും, അതായത് പരമാവധി വോട്ടർമാരെ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളെയൊക്കെ, അസുഖമുള്ള ആളുകളെയൊക്കെ അവർ ഈ വാഹനത്തിലും ഒക്കെ എത്തിക്കുന്ന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. പരമാവധി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയങ്ങൾ മുതൽ വലിയ ചർച്ചയായ ഒരു മണ്ഡലമാണ്. എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിൽ വലിയ തർക്കങ്ങൾക്കൊടുവിൽ ഷൗക്കത്ത് വരുന്നു. അതിനുശേഷം LDFന് സ്ഥാനാർത്ഥി ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് പിന്നാലെ സ്വരാജ് എത്തുന്നു. BJP മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം മോഹൻരാജ് സ്ഥാനാർത്ഥിയായി വരുന്നു. അൻവർ സ്ഥാനാർത്ഥിയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ നിലമ്പൂര് സംഭവ ബഹുലമായിരുന്നു. ആ സംഭവ ബഹുലത്തിൽ നാട്ടുകാരെന്തെല്ലാമാണ് ചർച്ചയ്ക്കെടുത്തത്, അവരുടെ മനസ്സിൽ എന്തെല്ലാമാണ് വരുന്നത് എന്നെല്ലാം ഇനി കാത്തിരുന്ന് കാണണം. പോളിംഗ് ശതമാനമാണ് അതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി മാറാൻ പോകുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷാണ്. ആഷ്മി, ജോയി KP പറയുന്നു SK ഈ കെട്ടിപ്പിടുത്തമൊക്കെ ജനാധിപത്യ മര്യാദയാണെന്ന് അപ്പൊ തന്നെ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? SK എന്ന് പറഞ്ഞാൽ പരസ്പരം കാണുകയും ചിരിക്കുകയും ഷെക്കാൻഡ് കൊടുക്കുകയും ഒന്ന് ആലിംഗനം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അതൊരു ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അല്ലേ? അതുപോലെ മുഹമ്മദ് കൂലൻ പറയുന്നു SK സ്ഥാനാർത്ഥി കെട്ടിപ്പിടിച്ചപ്പോൾ അനുയായികളും കെട്ടിപ്പിടിക്കട്ടെ എന്നാണ്. അവിടെ കെട്ടിപ്പിടി, ഇവിടെ കെട്ടിപ്പിടി, ഓത്ത് കെട്ടിപ്പിടി.